students, today we are discussing the properties of double integrals. Properties of double integrals ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യൂഷ്വൽ സിമ്പിൾ ഇൻ്റഗ്രൽസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മളിവിടെയും പഠിക്കുന്നത്. ദെൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് അവിടെ ഒരൊറ്റ വേരിയബിൾ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് വരും. Therefore we consider f of xy and g of xy. Okay, then it is defined on a region R. നേരത്തെ ഇൻ്റർവെൽസ് ആയിരുന്നു വരുന്നതെങ്കിൽ ഇവിടെ റീജിയൻസ് ആണ് വരിക. Then first principle, constant multiple rule, that is double integral over R c into f of xy dA equal to എന്ത് വരും, c into double integral over R f of xy dA. അതായത് കോൺസ്റ്റൻറ്റ്, ഒരു ഫംഗ്ഷനെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഇൻ്റഗ്രൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂവിനെ കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ സിംപ്ലി ചെയ്യുന്ന എന്താ, ഒരു കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട ഇൻ്റഗ്രൽ വാല്യൂ കാണുമ്പോൾ എന്ത് ചെയ്യാം? കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡിൽ എഴുതാം. സെയിം കാര്യം തന്നെയാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സം ആൻഡ് ഡിഫറൻസ് റൂൾ. സം ആൻഡ് ഡിഫറൻസ് റൂൾ എന്താ പറയുന്നത്? double integral over R f of xy plus or minus g of xy dA equal to double integral over R f of xy dA plus or minus double integral over R g of xy dA. അതായത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസിൻ്റെ സമ്മിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതായത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെ ആഡ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻഡിവിജ്വലായിട്ട് ഇൻ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ദറ്റ് ഈസ് സം ആൻഡ് ഡിഫറൻസ് റൂൾ. ദെൻ നെക്സ്റ്റ് ഈസ് ഡോമിനേഷൻ റൂളാണ്. ഡോമിനേഷൻ റൂളിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഫംഗ്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂയും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷനെ കമ്പയർ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈയേക്കാളും ഗ്രേറ്റർ ആണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, ദെൻ its integral value also must be greater than, the integral value of f must be greater than or equal to g of xy. That is domination rule. Then next പറയുന്നത് additivity rule ആണ്. double integral over r f of xy dA equal to double integral over r1 f of xy dA plus double integral over r2 f of xy dA if r is the union of two non-overlapping regions r1 and r2. അതായത് r എന്ന് പറയുന്നൊരു റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. r1ഉം r2 രണ്ട് റീജിയൻസ് ആയിട്ട് നോൺ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാത്ത രണ്ട് റീജിയനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r ഫംഗ്ഷൻ്റെ ഒരു ഇൻ്റഗ്രൽ വാല്യൂ കാണണം, ഓവർ r കാണണമെങ്കിൽ എന്ത് ചെയ്യാം? r1ലുള്ള ഇൻ്റഗ്രൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ എന്തിനോട് ആഡ് ചെയ്താൽ മതി? r2ലുള്ള ഇൻ്റഗ്രൽ വാല്യൂവിനോട് ആഡ് ചെയ്താൽ മതി. അതായത് നമ്മുടെ സിമ്പിൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ചെയ്യാറില്ലേ, ഇൻ്റഗ്രൽ a to b f of x dx equal to integral a to c f of x dx plus integral c to b f of x dx എന്നൊരു സ്റ്റെപ്പ് ചെയ്യാറില്ല. അതായത് വേർ c is any point between a and b. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ എന്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? റീജിയനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് ദ ഡിഫറൻസ്. ദെൻ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽസ്? ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ, സെക്കൻഡ് വൺ സം ആൻഡ് ഡിഫറൻസ് റൂൾ, തേർഡ് വൺ ഡോമിനേഷൻ റൂൾ, ദെൻ ഫോർത്ത് വൺ അഡിറ്റിവിറ്റി റൂൾ. ദെൻ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ദെൻ പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് double integral over r sin x by x dA where r is the triangle in the xy plane bounded by x-axis, the line y equal to x and the line x equal to 1. അതായത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r sin x by x dA. sin x by x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന റീജിയൻ ഇതാണ്. r is the triangle in the xy plane. xy പ്ലെയിനിലുള്ള ഒരു ട്രയാങ്കിൾ ആണ്. ബൗണ്ടഡ് ബൈ, ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസ്, ദ ലൈൻ y equal to x and the line x equal to 1. r എന്ന് പറയുന്നത് is a triangle, it is bounded by the x axis ഉണ്ട്, the line y equal to x ഉണ്ട് and the line x equal to 1. അപ്പോൾ നമുക്ക് ആദ്യമേ റീജിയൻ വരയ്ക്കാം അല്ലേ. അപ്പോൾ റീജിയൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? y equal to x axis എന്ന് പറയുന്നത് y equal to 0 അല്ലേ. ദെൻ y equal to x എന്ന് പറയുന്ന ലൈൻ നമുക്ക് വരയ്ക്കാൻ അറിയാം. ദെൻ x equal to 1 എന്ന് പറയുന്ന ലൈന് y ആക്സിസിൽ നിന്ന് 1 യൂണിറ്റ് അകലെയുള്ള ലൈൻ.
ഓക്കെ ദെൻ നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ഏത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇഫ് വി ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, വൈ ആക്സിസിന് പാരലൽ ആയിട്ടൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ദെൻ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം എവിടെ നിന്ന് എവിടെ വരെ വേരി ചെയ്യുന്നു നോക്കുക. ഈ സ്ട്രിപ്പ് റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ പോർഷനിൽ എന്താ വരിക, y ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പർ പോർഷനിൽ വരുന്നതോ y ഈക്വൽ ടു എക്സ്. അതായത് വൈയുടെ ലിമിറ്റ്സ് എന്ത് വരും, ദെർഫോർ ദ ലിമിറ്റ്സ് ഓഫ് y ആർ ഫ്രം y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു എക്സ് ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് എക്സ്. ഇനി എക്സിൻ്റെ ലിമിറ്റ്സ് കാണണം. എക്സിൻ്റെ ലിമിറ്റ്സ് കാണാനായിട്ട് എന്ത് ചെയ്യണം, ഈ എൻ്റെ റീജിയൻ കവർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ട്രിപ്പ് എക്സിൻ്റെ ഏത് മിനിമം വാല്യൂ മുതൽ ഏത് മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം നോക്കുക അല്ലേ. ഏത് മിനിമം വാല്യൂ മുതൽ ഏത് മാക്സിമം വാല്യൂ വരെ മൂവ് ചെയ്യണം, അതായത് ഒറിജിനിൽ തൊട്ട് എക്സ് ഈക്വൽ ടു 1 വരെയല്ലേ മൂവ് ചെയ്യണ്ടേ. ദാറ്റ് ഈസ് എക്സ് വേരീസ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 റൈറ്റ്. ദെൻ അപ്പം വൈയുടെ ലിമിറ്റ്സ് കിട്ടി y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു എക്സ്, എക്സിൻ്റെ ലിമിറ്റ്സ് കിട്ടി x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 1. ദെർഫോർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r sin x by x d ഈക്വൽ ടു എന്ത് എഴുതാം, ഇൻ്റഗ്രൽ 0 ടു 1 ഇൻ്റഗ്രൽ 0 ടു x sin x by x. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്, അപ്പോൾ dy dx വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പം sin x by x എന്ന് പറയുന്നത് എന്തായിട്ട് നിന്നോളും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നോളും. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം y ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു എക്സ് വരും അല്ലേ. ദെൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ sin x by x കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. വൈക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് വരുന്നത് x മൈനസ് 0 ഇൻറ്റു ഡി എക്സ് ആണല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 എക്സും എക്സും കട്ടായിട്ട് ബാക്കി എന്തുണ്ട്, sin x ഉള്ളൂ അല്ലേ. അപ്പം ഇൻ്റഗ്രൽ 0 ടു 1 sin x dx. ഇനി sin x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് കോസ് 1 പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് അല്ലേ വരിക, അപ്പോൾ അത് പ്ലസ് ആയിക്കോളൂ അല്ലേ. പ്ലസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത് കോസ് 0. കോസ് 0യുടെ വാല്യൂ നമുക്കറിയാം, ദറ്റ് ഈസ് 1. ദെൻ കോസ് 1-ന് എന്തായിട്ട് എഴുതാം, കോസ് 1 ആയിട്ട് തന്നെ എഴുതുക, ദറ്റ് ഈസ് മൈനസ് കോസ് 1. ഓക്കെ ദെൻ ഇഫ് യു റിവേഴ്സ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ്, അതായത് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ഒന്ന് മാറ്റുകയാണ്. അതായത് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് ആക്സിസിന് പാരലായിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ്സ് എന്ത് വരും നോക്കിയേ. എക്സ് ആക്സിസിൽ നിന്ന് പാരലായിട്ടുള്ള സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം, അത് ഈ റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് y ഈക്വൽ ടു എക്സും റൈറ്റ് സൈഡ് വരുന്ന x ഈക്വൽ ടു 1 ആണ്. അപ്പം എക്സ് ദ ലിമിറ്റ്സ് ഓഫ് എക്സ് ആർ ഫ്രോം എവിടുന്ന് എവിടെ വരും, x ഈക്വൽ ടു y മുതൽ x ഈക്വൽ ടു 1 വരെ വരും അല്ലേ. നൗ വാട്ട് ആർ ദ ലിമിറ്റ്സ് ഓഫ് y ടു കവർ ദ എൻറ്റയർ റീജിയൻ. ദ സ്ട്രിപ്പ് ഷുഡ് മൂവ് ഫ്രം എവിടുന്ന് എവിടെ വരെ മൂവ് ചെയ്യണം, y ഈക്വൽ ടു 0 മുതൽ ദെൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 അല്ലേ, ആ പോയിന്റ് വരെ മൂവ് ചെയ്യണം അല്ലേ. ദെർഫോർ ദ ലിമിറ്റ്സ് ഓഫ് y ആർ ഫ്രം y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 1. ദെർഫോർ നമുക്ക് തന്നിരുന്ന ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r sin x by x dA എങ്ങനെ എഴുതാം, ലിമിറ്റ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 ഇൻ്റഗ്രൽ y ടു 1 sin x by x dx dy. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻ്റഗ്രൽ sin x by x dx കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കാൽക്കുലേഷൻ ഈസ് നോട്ട് സിമ്പിൾ. കാൽക്കുലേഷൻ ചെയ്യാം, പക്ഷെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഇൻ്റഗ്രൽ sin x അല്ലെങ്കിൽ ഇൻ്റഗ്രൽ cos x എന്നുള്ള ഈസി വേയിൽ കിട്ടില്ല. അതേസമയം നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്ത് ആദ്യത്തെ രീതിക്ക് ചെയ്തപ്പോഴും ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പം നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ ചെയ്യണമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ചില കേസിൽ എളുപ്പമുണ്ടാവും, ചില കേസിൽ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദർ ഈസ് നോ ജനറൽ റൂൾ ഫോർ പ്രെഡിക്റ്റിംഗ് വിച്ച് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ വിൽ ബി ഗുഡ് വൺ ഇൻ സർക്കംസ്റ്റാൻസസ് ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ഏത് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇതുപോലെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒന്ന് നോക്കുക. എനിവേ താങ്ക് യു.